ഏലപ്പാറ ചെമ്മണ്ണ് ഹെലിബറിയ ടീ കമ്പനിയിൽ കുടിയിറക്ക ഭീഷണി നേരിടുന്ന തൊഴിലാളി കുടുംബങ്ങളെ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടറി CB വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ഒരാളെ പോലും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് നേതാക്കൾ മടങ്ങിയത്. ഒരാഴ്ചക്കാലം ഹെലിബറിയ കമ്പനിക്ക് വേണ്ടി രക്തം വീർപ്പാക്കിയ തൊഴിലാളികൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്നുമാണ് കുടിയിറക്കാൻ കമ്പനി ശ്രമം നടത്തുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നുമാണ് തൊഴിലാളികൾ ഭൂമി മുറിച്ചു വാങ്ങിയത്. 3 മുതൽ 5 സെന്റ് ഭൂമി മാത്രമാണ് തൊഴിലാളികളുടെ കൈവശമുള്ളത്. ഈ ഭൂമിയിൽ സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ ധനസഹായത്തോടെ വീട് വെച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് കേസുണ്ടാവുന്നതും തോട്ട ഉടമയുടെ കുടിയിറക്കൽ ഭീഷണി ഉണ്ടായത്. തോട്ട ഉടമയുടെ ധിക്കാരപരമായ നിലപാടാണ് കുടിയിറക്കിന് പിന്നിലുള്ളത്. കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവുമായി പോലീസ് സെക്യൂരിറ്റിയോടെ ഇവരെ കുടിയിറക്കാൻ വന്നിരുന്നു. ഇതേ തുടർന്നാണ് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കുടുംബങ്ങളെ നേരിൽ കാണാൻ എത്തിയത്. ഇപ്പൊ ഒരു സെന്റ് പെരുവഴിയായി പോയല്ലോ എന്റെ മോനെ. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കുന്നോർത്തോട് തന്നെ അതാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സംഘടിതമായി എല്ലാവരും കൂടെ നിന്ന് ആരെ ഇറക്കാൻ പറ്റുക എന്നുള്ള നിലപാടിലേക്ക് എത്തണം. പക്ഷേ എനിക്ക് പട്ടയം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വേണം. ഇപ്പോൾ പട്ടയം ഇല്ലാത്തതൊക്കെ പട്ടയം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇറക്കാം. അപ്പം ഞങ്ങൾ പാർട്ടിയത്തെ രൂപത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കും. ഇനിയിപ്പം നിങ്ങളിപ്പോൾ മാത്രം വരുന്ന തടയല്ലേ. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു ശക്തമായി ഒരു പ്രതികരണം നടത്തിയാലേ നടക്കുകയുള്ളൂ. ഞാൻ ചോദിക്കും, ഇപ്പം ഇടപെട്ടെന്നു വെച്ചാൽ ഇത്രയും കാലം പോലീസ് വരുമ്പോൾ നമുക്ക് കളക്ടറോട് പറയാമായിരുന്നു, SP പറയാതെ അവിടെ വന്ന് പോയി. ഇനിയിപ്പോ അങ്ങനെ നടക്കോ? ഈ കുടുംബങ്ങളോടൊപ്പം പാർട്ടിയൊന്നും നിലയുറപ്പിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും സമരസമിതിക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ ഈ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകി. CPM ജില്ലാ സെക്രട്ടറി CB വർഗീസിനൊപ്പം CPM ജില്ലാ നേതാക്കളായ KS മോഹനൻ, R തിലകൻ, MJ ബാവച്ചൻ, സജിമോൻ ടൈറ്റസ്, C സിൽവസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ഉണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.